പുറത്തോട്ട് പോവുക. റോബിൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരില്ലേ? ഇല്ല, ബീച്ചിൽ വരാന്നാ പറഞ്ഞേ. കുറച്ച് നേരം കൂടി ഇരിക്കാനോ? ഇത് ഇന്നെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാ. 5 മണിക്കാവും വരും. നിനക്കറിയാലോ, നീ അടുത്തിരുന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ. എൻ്റെ അവസ്ഥ ഇനി എങ്ങനെ നിന്നോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീയും കൂടെ വിചാരിക്കാതെ എനിക്കൊന്നും ചെയ്യാനാകില്ല. നിന്റെ മുഖം മാത്രം മതി, നിന്റെ പ്രസൻസ്. നീ എന്താ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നേ? ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ തൽക്കാലം സമാധാനമായി. നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ളതൊക്കെ ആയല്ലോ. ഞാൻ റോബിന് വേണ്ടി കുറച്ച് പൈസ വെച്ചിട്ട് എത്ര ആളായി? അതല്ല നു, അത് ഞാൻ മറന്നിട്ടല്ല. നീ റോബിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് വരയ്ക്കുന്നത് തന്നെ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ കൊണ്ട് കൊടുത്തോളൂ. റോബിന് ആവശ്യപ്പെട്ടതിലും കൂടുതൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം, അത് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ എനിക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നൊന്നും മീൻ ചെയ്തിട്ടില്ല. ഈ പെയിൻറ്റിങ് മാത്രമേ ചെയ്യുന്നുള്ള വാശി കളയുന്നേ നല്ലത്. അല്ലാതെ അധികമൊന്നും മുന്നോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അറിയാവുന്നുള്ള ജോലി ക്യാഷ് കിട്ടാൻ വേണ്ടിയെങ്കിലും ചെയ്യണം. ഇത് തന്നെ ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. അതുമല്ല, ഇവർക്കൊന്നും വരച്ചു കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടാനുമില്ല. ഇത് ആരുടെ കയ്യിൽ പോകുന്നു, എവിടെ എത്തുന്നു, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അല്ലനു, എന്തിനാ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ക്യാഷ്? പഴയതുപോലെ അല്ലല്ലോ അല്ലേ? ഇപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാട് ഫീസ് വേണമല്ലോ. റോബിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ കണ്ടാൽ പണത്തിനും ബുദ്ധിമുട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നില്ല. വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മടി കാണുമല്ലേ? എനിക്കറിയാം. ക്യാഷിൻ്റെ ആവശ്യം എന്താണെന്ന് അവനെ അറിയത്തുള്ളൂ. അവരുടെ എന്തോ ബാൻഡിൻ്റെ ആവശ്യത്തിന് അവർക്ക് ക്യാഷ് കിട്ടുമ്പോൾ തിരിച്ചു തരും. ഞാനത് തിരിച്ചു കിട്ടാൻ വേണ്ടി തരുന്നൊന്നുമല്ല, അവരുടെ ആവശ്യം നടക്കട്ടെ. അനു ഇപ്പോൾ കൂടുതൽ സമയം ഫ്രണ്ട്സിനൊപ്പമാണ്. റോബിൻ്റെ കൂടെ എന്നല്ലേ ഉദ്ദേശിച്ചേ? അവനൊരു ബെസ്റ്റ് ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ഇപ്പം പറയുന്ന അറ്റൻഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ എന്തും വരച്ചു കൊടുക്കാമെന്ന്. അത് കോംപ്രമൈസ് അല്ലേ? റോബിന് എല്ലാവർക്കും വേണ്ടിയും പാടിക്കൊടുക്കാറുണ്ട്. കേൾക്കുന്ന ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് അവൻ പാടാറുള്ളത്. എല്ലാവരെയും കൺസിഡർ ചെയ്താലേ അറ്റൻഷൻ കിട്ടൂ. അനു, എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ചതല്ലേ നിനക്ക് വേണ്ടി? അല്ല, നമുക്ക് വേണ്ടി. അച്ഛൻ എന്തിനാ ഇത് വീണ്ടും വീണ്ടും പറയുന്നേ? ഞാൻ ഇതൊന്നും ഓർമ്മയില്ലാത്ത കുട്ടിയൊന്നുമല്ല.
പ്രേം തന്നുകൊണ്ടിരുന്ന വർക്ക് തുടർന്ന് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അയാളെപ്പോലെ ഒരാളുടെ സപ്പോർട്ട് ഈ ഫീൽഡിൽ വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് എന്നെപ്പോലെ വേറൊരു ബാക്കിംഗ് ഇല്ലാത്തൊരാൾക്ക്. നിങ്ങൾക്ക് അയാളെ മനസ്സിലാവുന്നില്ലല്ലോ. അയാൾ നിങ്ങളെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതായിരിക്കും ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡം. നിങ്ങൾ സെലക്റ്റീവായിട്ടാണ് നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. ഞാൻ സ്വയം വർക്കിൻ്റെ പ്രൊമോഷന് ശ്രമിക്കുന്നതിന് പരിമിതി ഉണ്ടനു. ഒറ്റയ്ക്ക് നിന്നാൽ വർക്കിൽ ശരിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പ്രേമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത്രയും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതെനിക്ക് അനുഭവമുണ്ട്. അവിടെ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയിരുന്നു. എനിക്ക് ടൈം എടുത്ത് വർക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ എത്ര നാൾ ഈ വാടക വീട്ടിൽ ഇങ്ങനെ കഴിയും എനിക്കറിയില്ല. അതുകൊണ്ട് വീണ്ടും അയാളുടെ അടുത്തോട്ട് പോകണോ? എത്ര ഗ്രാൻഡായ പ്രൊജക്റ്റാണ് അവസാനം പ്രേം തന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം വർക്ക്. എന്നിട്ട് നമ്മൾ പണം വാങ്ങി അയാളെ ചീറ്റ് ചെയ്തു. നമ്മളല്ല, ഞാൻ തന്നെയാണ് കാരണക്കാരൻ. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എത്ര നാളായുള്ള ബന്ധമാണ് അയാളുമായിട്ട്. എനിക്ക് ചെയ്തു തന്നതിനൊക്കെ ഞാൻ എന്താണ് തിരികെ കൊടുത്തിട്ടുള്ളത്? അയാൾ വളരെ പവർഫുള്ളാണ്. അയാൾക്ക് വേണമെങ്കിൽ എന്താ പറഞ്ഞു വരുന്നേ? നിങ്ങൾക്ക് വീണ്ടും അയാളത്തോട്ട് പോണോ? ഞാനിത് കുറേ നാളുകൊണ്ട് കേൾക്കുന്നു. അയാൾ പവർഫുള്ളൊക്കെയാ, പക്ഷെ നിങ്ങളെ അയാളൊന്നും ചെയ്യത്തില്ല. നിങ്ങളെ മാത്രം. ഇപ്പോഴാ നാണം ഇല്ലാത്തതിൻ്റെ അടുത്ത് പോകാൻ തോന്നുന്നില്ല. Shameless perverts. പിന്നെ പണത്തിൻ്റെ കാര്യം. നിങ്ങൾ ഓൾറെഡി എത്ര വർക്ക് അയാൾക്ക് ചെയ്തു കൊടുത്ത്? അയാൾ പൈസയുടെ കാര്യമൊന്നും ഓർക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെങ്കിലല്ലേ അയാളത് ഓർക്കത്തുള്ളൂ. അയാൾക്ക് പൈസ വരുന്ന വഴിയൊക്കെ എല്ലാവർക്കും അറിയാം. അത് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ വിഷമം അയാളുടെ പൈസേനെ യൂസ് ചെയ്യാതിരുന്ന മാർക്കുള്ളൂ. മനസ്സമാധാനെങ്കിലും കിട്ടും. എന്നിട്ട് റിഗ്രറ്റ് തോന്നുകയാണെങ്കിൽ ആ പണം എങ്ങനെയെങ്കിലും മടക്കി കൊടുക്കണം. കുറേ സമയമുണ്ടല്ലോ, എന്തേലും ജോലിക്ക് പോയാൽ മതി. പ്രേമിൻ്റെ കാര്യം നമുക്കിനി സംസാരിക്കണ്ടനു. ഞാൻ നിന്നെ വിട്ട് ഒരിടത്തും പോവില്ല. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അനു, നീ ചോദിച്ചില്ലേ VM റോയ്ക്കും അജയരാജനും ഒക്കെ കിട്ടുന്ന റെമുനറേഷൻ്റെ പകുതി പോലും എൻ്റെ വർക്ക്സിന് കിട്ടുന്നില്ലല്ലോ എന്ന്. എന്താ കാരണം എന്നറിയോ? സോൾ. അവരുടെ വർക്ക്സിനൊക്കെ അവർ ഉദ്ദേശിക്കുന്ന ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേഴ്സ് ആർ പെയിൻറ്റിങ്സ് വിത്ത് ലൈഫ്. എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. ലൈഫ്, സോൾ, അതാണ് ആർട്ടിലെല്ലാം. നീ പറയുന്ന ഹൈലി പെയ്ഡ് ആർട്ടിസ്റ്റുകൾക്ക് അത് വളർത്താനായി. അവരുടെ ജീവിതം അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. അവരുടെയൊക്കെ ലൈഫിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ? പണം, ഫോറിൻ ട്രിപ്സ്, പിന്നാലെ. ഞങ്ങളുടെയൊക്കെ പണ്ടത്തെ ചിത്രങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഡിഫറൻസ്. ഇപ്പം ഞാൻ അവരുടെ അടുത്തെങ്ങുമില്ല.
അനു, അതാ ഞാൻ പറഞ്ഞത്, നിനക്കെന്നെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യാനാകും. നീ കുറേ കൂടി ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. വെറുതെ ഇവിടെ ഇരുന്നാൽ മതി, എന്നെ നോക്കിക്കൊണ്ട്, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ചാൾ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. 4-5 പെയിൻറ്റിങ്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫിനിഷ് ചെയ്യുന്നവരെ മാത്രം. ഇതിപ്പം നിൻ്റെ കൂടി ആവശ്യമായിട്ട് കൂടി നീ എൻ്റെ ഒപ്പം ഇരിക്കുന്നില്ല. ഈ ഇൻസ്പിറേഷൻ തിയറി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ നാളുണ്ട് കേൾക്കുന്നു. ഒരൊറ്റ ആൾ വിചാരിച്ചാൽ നിങ്ങളുടെ വർക്ക്സൊക്കെ പെർഫെക്റ്റ് ആവുമോ? എനിക്കതിനുള്ള മാജിക്കൊന്നും അറിയത്തില്ല. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളെ ആരാ ഇൻസ്പയർ ചെയ്തേ? നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ പോകുമ്പോഴും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ന്യായീകരണങ്ങളും കണ്ടുപിടിച്ചോണ്ട് വരും. അനു പ്ലീസ്, എനിക്ക് പ്രേമിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ പ്രസൻസ് ഓഫ് മൈൻഡ് എങ്കിലും. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും പറ്റുന്നില്ല. നീ വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു സൊല്യൂഷൻ തരാനല്ല ഞാൻ പറഞ്ഞത്. ഈ കോൺഫ്ലിക്റ്റ് ഒന്ന് മാറാൻ, അതുവരെയെങ്കിലും. ഒന്നും അവസാനിച്ചിട്ടില്ല അനു, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആരാ? റോബിനാണോ? ഇങ്ങ് വന്നോ അവൻ? അകത്തേക്ക് വരാൻ പറയൂ അനു. നിങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കൂ, ഒരു അരമണിക്കൂർ കൂടി. നീ മടങ്ങി വരുമ്പോഴത്തേക്കും ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും.